സോറി. ഓക്കെ, ഞാനിവിടെ നിങ്ങൾ എത്തിച്ചുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ എനിക്ക് 60,000 രൂപ തരാമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരില്ലല്ലോ. അപ്പോ എനിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി പൈസ ചെലവായില്ല. അപ്പൊ അതാര് തരും എനിക്ക്? മീനാക്ഷി, ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. ഇപ്പൊ ഞാനായാലും പറഞ്ഞു 60,000 നിങ്ങൾക്ക് തരാം, ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ തരാം 60,000 രൂപ. അപ്പൊ പിന്നെ നിങ്ങൾക്കും കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം ഈ ഒരു കാര്യത്തില്. എനിക്ക് എങ്ങനെയാണ് 60,000 രൂപ തരാൻ പോണേ? അത് ഞാൻ നമ്മുടെ മീഡിയേറ്ററോട് പ്രൈവറ്റ് സെഷനിൽ പറഞ്ഞാണ്. സ്വർണം, എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ട്. അപ്പൊ ആ ഒരു സ്വർണം വിറ്റിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് എത്തിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ എന്റെ അമ്മ മരിച്ച സ്വർണം വിറ്റ് നിങ്ങൾക്ക് കാശ് തരാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യം ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു ഇത് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ 60,000 രൂപ എന്തായാലും തരും. ഞാൻ ഇതിപ്പോ വാക്ക് തന്നിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തായാലും തരാതിരിക്കില്ല. എപ്പോഴത്തേക്ക് എനിക്ക് കിട്ടും 60,000 രൂപ അങ്ങനെയാണെങ്കിൽ? അത് ഞാൻ ഒരു ജൂൺ ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ഒക്കെ എടുക്കും. ആ ഒരു സമയം വേണം എന്തായാലും. സെക്കൻഡ് വീക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തായാലും ജുവലറി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നൂടെ? ഒരു മെയ് അവസാനമൊക്കെ ആവുമ്പോ തന്നൂടെ? അത് പറ്റില്ല മീനാക്ഷി. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. പിന്നെ ഇതാ മ്യൂട്ടാ. ശ്രുതി, നിങ്ങളുടെ കസ്റ്റഡിയിൽ ഗോൾഡ് ഇല്ലേ? കസ്റ്റഡിയിലുണ്ട് ഗോൾഡ്, പക്ഷെ അത് എന്റെ കയ്യിലല്ല, അതായത് ബാങ്കിലൊക്കെയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എന്തായാലും വേണമല്ലോ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് മീനാക്ഷി ഇപ്പൊ ആവശ്യം? എപ്പോഴാണ് ഇത്ര അർജന്റ്? ഒരു ഡേറ്റ് ഏതാണ് നിങ്ങളുടെ? എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടികളുടെ ഫീസ് അടയ്ക്കണം. അപ്പൊ നിങ്ങൾ പൈസ തന്നാലേ എനിക്കത് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോട് 25-ാം തീയതി അടയ്ക്കാനാണ് അവർ പറഞ്ഞേക്കണത്. അപ്പൊ അതിന് മുമ്പ് ഒരു 20-ാം തീയതിയോടെ എനിക്ക് മെയ് 20-ാം തീയതിയോടെ അടയ്ക്കാൻ പറ്റിയാൽ എനിക്ക് അത്രയും നല്ലത്. അപ്പൊ നിങ്ങൾ എനിക്കൊരു മെയ് 20-ാം തീയതിയോടെ തന്നോളൂ. ഓക്കെ, ഞാൻ മെയ് 20-ാം തീയതി ആവുമ്പോ നിങ്ങൾക്ക് എന്നാൽ 60,000 രൂപ തരാം. പക്ഷെ ബാക്കി എമൗണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കി. പക്ഷെ അതിനെനിക്ക് കുറച്ച് സമയം വേണം മീനാക്ഷി. അതെനിക്ക് പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ തരാനൊന്നും പറ്റില്ല. കാരണം എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ടൈം എനിക്ക് നിങ്ങൾ തരണം. ബാക്കി ഒരു 9,000 ഉണ്ട് പിന്നെയും. അപ്പോ അത് കൊടുക്കാൻ ഉള്ള ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ എനിക്ക് തരേണ്ടതാണ്. അത് നിങ്ങൾ എനിക്ക് പതുക്കെ തന്നാലും മതി. എനിക്കിപ്പോ 60,000 രൂപ ആദ്യം താ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടായാലും എനിക്ക് ബാക്കി തന്നാ മതി. ഓക്കെ, അപ്പോ റെനോവേഷന്റെ ടൈം എങ്ങനെയാണ്? വൈറ്റ് വാഷ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതെ. അപ്പോ കാരണം ഞാനിപ്പോ ഒരു 60,000 രൂപയാണല്ലോ നിങ്ങളുടെ ഒരു ആവശ്യമാണ് ആ 60. അപ്പൊ ഞാൻ അതങ്ങോട്ട് തരുമ്പോ നിങ്ങളും എന്റെ ഒരു ആവശ്യം ചെയ്തു തരണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ അതായത് 60,000 രൂപ ഞാൻ തരുവാണ്. അപ്പൊ ആ ഒരു അടുത്ത വീക്കോ എങ്ങനെയാന്ന് വെച്ചാ നിങ്ങൾ എനിക്ക് റെനോവേറ്റ് ചെയ്ത് തരും. എനിക്ക് 60,000 രൂപ നിങ്ങൾ തരുമെങ്കിലും പിന്നെ ബാക്കി പൈസ തരാൻ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെനോവേറ്റ് ചെയ്ത് തരാം. നിങ്ങളപ്പോ എന്ത് റെനോവേറ്റ് ചെയ്തിരുന്നോ ആ ഒരു കുറച്ച് കഴിയുമ്പോ, അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ ആ ബാക്കി ഒരു 9,000 തരാം. പക്ഷെ റെനോവേറ്റ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ ഫസ്റ്റ് വീക്കോടെ എനിക്ക് തരാം. ഓക്കെ ആണോ? ജൂൺ ഫസ്റ്റ് വീക്ക് ഓക്കെ, കുഴപ്പമില്ല. റെനോവേഷൻ ചെയ്ത് തരുവാണെങ്കിൽ ഓക്കെ. ഞാനപ്പോ ആ ഒരു വീക്ക് എന്റോടെ ഞാൻ ഒരു 9,000 തരാം. ഓക്കെ, എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ കാര്യം, മെയ് 20 കൂടി ശ്രുതി 60,000 റുപ്പീസ് റെന്റ് പേ ചെയ്യാൻ റെഡിയാണ് അല്ലേ? കൊടുക്കാം. അപ്പം അങ്ങനെ ഇനി വരുന്ന ഒരു 9,000 റുപ്പീസ് ആണ് പെൻഡിങ്. അപ്പം ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണോട് കൂടി മീനാക്ഷി വീട് റെനോവേറ്റ് ചെയ്ത് തരുവാണെങ്കിൽ ആ 9,000 റുപ്പീസ് പെൻഡിങ് ഉള്ളതും കൂടെ പേ ചെയ്യാൻ ശ്രുതി റെഡിയാണ്. ശരിയല്ലേ? അതെ, റെനോവേറ്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞാൻ അത് ബാക്കി എമൗണ്ട് കൊടുക്കും. ആ ഒരു രീതിയിൽ പോട്ടെ. ഓക്കെ, സപ്പോസ് ഈ ഒരു 60,000 റുപ്പീസ് ശ്രുതി പേ ചെയ്യുന്നില്ലെങ്കിൽ മീനാക്ഷി എന്ത് ഡിഫോൾട്ട് ക്ലോസ് ആണ് വെക്കേണ്ടത്? ഹലോ, കേട്ടില്ല. ഈ 60,000 റുപ്പീസ് 20th മെയ്യോട് കൂടി ശ്രുതി പേ ചെയ്ത് തന്നില്ലെങ്കിൽ എന്ത് ഡിഫോൾട്ട് ക്ലോസ് ആണ് വെക്കേണ്ടത് മീനാക്ഷി? വന്നില്ലെങ്കിൽ അയാള് പുറത്തു പോണം. അയാള് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എവിക്ഷൻ. എവിക്ഷൻ. ഓക്കെ. ശ്രുതി ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ?
പൈസ തന്നില്ലെങ്കിൽ പോവാൻ? ആ ഓക്കെ, ഞാൻ അതിനോട് സമ്മതം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, രണ്ടുപേരും ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ. ഓക്കെ, ഇനി ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണോട് കൂടി വീട് റെനോവേറ്റ് ചെയ്ത് മീനാക്ഷി തന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ശ്രുതി? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ 9,000 കൊടുക്കില്ല, കാരണം അവരുടെ ആവശ്യമാണല്ലോ അത്. അപ്പൊ പിന്നെ അത് ഞാൻ കൊടുക്കില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് വീക്കോടെ റെനോവേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 9,000 കിട്ടില്ല. ഓക്കെ ആണോ മീനാക്ഷി? ഞാൻ റെനോവേറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പം ഇനി തുടർന്നുള്ള പേയ്മെന്റ് എങ്ങനെയാണ്? എന്ന് പേ ചെയ്യാൻ പറ്റും ശ്രുതി ഇനിയുള്ള മാസങ്ങളിൽ റെന്റ്? അത് മീനാക്ഷി എന്നാ പറയട്ടെ, ഒരു ഡേറ്റ് മീനാക്ഷി പറയട്ടെ, അവർക്ക് എന്താണോ സൂട്ടബിൾ എന്ന് വെച്ചാൽ. എനിക്കൊരു 10th, എല്ലാ മാസവും ഒരു 10th കിട്ടിയാൽ മതി പൈസ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം 10th എല്ലാ മാസം പേ ചെയ്യാൻ റെഡിയാണോ ശ്രുതി? പേ ചെയ്യാൻ റെഡിയാണോ? 10th കുഴപ്പമില്ല, അത്യാവശ്യം സമയം ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല 10th. ഓക്കെ, മീനാക്ഷി 10th പേ ചെയ്തില്ലെങ്കിൽ എന്താണ് ഡിഫോൾട്ട് ക്ലോസ് വെക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഇനി എനിക്ക് നോട്ടീസ് അയക്കില്ല, അങ്ങനെയൊന്നുമില്ല, നേരെ പുറത്താക്കുക, അയാളെ എവിക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. 20th മെയ്യോട് കൂടി 60,000 rupees ശ്രുതി പേ ചെയ്തില്ലെങ്കിൽ ശ്രുതിനെ എവിക്ട് ചെയ്യും. ഓക്കെ അല്ലേ ശ്രുതി, മീനാക്ഷി? ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണോട് കൂടി വീട് മീനാക്ഷി റെനോവേറ്റ് ചെയ്ത് തന്നില്ല എങ്കിൽ ബാക്കിയുള്ള 9,000 പെൻഡിങ് ശ്രുതി പേ ചെയ്യില്ല. അങ്ങനെയല്ലേ മീനാക്ഷി, ശ്രുതി? ഇനി തുടർന്നുള്ള പേയ്മെന്റ് ഇനി എല്ലാ മാസവും 10ാം തീയതി പേ ചെയ്യാൻ റെഡിയാണോ ശ്രുതി? അതെ അതെ, ഞാൻ റെഡിയാണ്. ഓക്കെ, പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിത്തൗട്ട് നോട്ടീസ് എവിക്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണ്. മീനാക്ഷി ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമില്ല, എനിക്കത് മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് എഴുതാം. ഓക്കെ, എഴുതിയ എഗ്രിമെന്റ് ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഒന്നാം കക്ഷിയായ മീനാക്ഷിയും രണ്ടാം കക്ഷിയായ ശ്രുതിയും അഡ്വക്കേറ്റ് വിനീത എസ് ലാലിന്റെ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഉടമ്പടി. രണ്ടാം കക്ഷിയായ ശ്രുതി ഒന്നാം കക്ഷിയായ മീനാക്ഷിക്ക് 20 മെയ് 2021 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ എമൗണ്ട് ആയ 60,000 രൂപ കൊടുക്കുന്നതിൽ ധാരണയായിരിക്കുന്നു. ശരിയല്ലേ ശ്രുതി, മീനാക്ഷി? ഓക്കെ, ഈ തുക കിട്ടിയതിനു ശേഷം റിനോവേഷൻ നൽകി കൊടുക്കാമെന്ന് ഒന്നാം കക്ഷിയായ മീനാക്ഷി രണ്ടാം കക്ഷിയായ ശ്രുതിക്ക് ഉറപ്പ് നൽകുന്നു. ശരിയല്ലേ ശ്രുതി, മീനാക്ഷി? അതെ അതെ. ഓക്കെ, അല്ലാത്ത പക്ഷം നോട്ടീസ് കാലാവധി ഇല്ലാതെ തന്നെ രണ്ടാം കക്ഷിയായ ശ്രുതിയെ ഒന്നാം കക്ഷിയായ മീനാക്ഷിക്ക് ഇറക്കി വിടാനുള്ള പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ശരിയല്ലേ? ശരിയാണ് ശ്രുതി, മീനാക്ഷി? അതെ അതെ. ഓക്കെ, ഡിഫോൾട്ട് മേൽ പറഞ്ഞ പക്ഷം കുടിശ്ശിക 20 മെയ് 2021 നൽകാത്ത പക്ഷം വാടകക്കാരിയായ രണ്ടാം കക്ഷി ശ്രുതിയെ ഒഴിച്ചു മാറ്റി ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. കുടിശ്ശിക കിട്ടിയിട്ടും റിനോവേഷൻ നടത്താത്ത പക്ഷം വാടകക്കാരിയായ രണ്ടാം കക്ഷിക്ക് തുടർന്നുള്ള രണ്ടാം ഗഡു കൊടുക്കുന്നതിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ രണ്ടുപേരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ചെയ്തു. ഒരു വിധത്തിലാണ് ഒപ്പിച്ചു. ഫസ്റ്റ് പാർട്ടി റീസ്റ്റേറ്റ് ചെയ്യാൻ മറന്നുപോയി, സെക്കൻഡ് പാർട്ടിയിൽ വന്നപ്പോൾ ഓർമ്മ വന്നു റീസ്റ്റേറ്റ്മെന്റ് വേണമെന്നുള്ളത്. ശ്രദ്ധിച്ചിരുന്നാ ആരെങ്കിലും? ഒബ്സർവർ എവിടെ? ഒബ്സർവർ ശ്രദ്ധിച്ച അങ്ങനെ വല്ല കാര്യങ്ങളും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. സാർ ശ്രദ്ധിച്ചിരുന്നു. ഇനി പറയൂ, എന്തൊക്കെയാണ് മീഡിയേറ്റർക്ക് വിനീതയ്ക്ക് പറ്റിയ പ്രശ്നങ്ങൾ? സാർ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോരെ തെറ്റ് പറ്റിയത് പറയുന്നത്? നല്ല കാര്യം കേൾക്കണ്ട, എനിക്ക് പൊട്ടക്കാര്യം മാത്രം കേട്ടാ മതി. ഓക്കെ, നല്ല കാര്യം കേട്ടതാണ്. വിനീത ഇടയ്ക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചായിരുന്നു, എന്താ ശ്രുതി ക്യാഷ് തരാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നതെന്ന്. അത് പാടില്ലാത്തതാണ്, അത് പറയേണ്ടതാണ്, മനസ്സിലായോ? അത് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലാത്തായിരുന്നു. പിന്നെ രണ്ടാമത് കിട്ടാൻ നിങ്ങൾക്ക് ഇത്രയും കിട്ടാനുണ്ട് അല്ലേ എന്നൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു. നിങ്ങൾക്ക് ഇത്രയും കിട്ടാനുണ്ട് അല്ലേ എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്.
എഗ്രിമെന്റ്സ് ആവുന്നു. ആ പാടില്ല. പിന്നെ അൺഎംപ്ലോയ്മെന്റിന് പകരം എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു ടൈം ഉപയോഗിക്കായിരുന്നു ആ ശ്രുതിയുടെ അജണ്ട വന്നപ്പോ. അത് തെറ്റി പറഞ്ഞതാവും ചിലപ്പോൾ. പോട്ടെ. എംപ്ലോയ്മെന്റ് ആയാലും ദാറ്റ് ഇൻക്ലൂഡ്സ് അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് പാർട്ടിയെ റീസ്റ്റേറ്റ് ചെയ്യാൻ മറന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ. പിന്നെ റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ലെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നില്ല, തീർച്ചയായും. പിന്നെ പ്രൈവറ്റ് സെക്ഷനിൽ നോൺ ഡിസ്ക്ലോഷറിനെ പറ്റി പറഞ്ഞില്ല, പക്ഷെ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഒരു കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ട്, എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒബ്സർവറെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? മീഡിയേറ്റർ ഒരു കോൺട്രറി ആയിട്ടുള്ള 2 കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആസ്പെക്ടിനോടനുബന്ധിച്ച്. ശ്രദ്ധിച്ചോന്നോ? അല്ല, ഇത് എന്താണ് ലാസ്റ്റ് സെക്ഷനിൽ ഒന്നും കൂടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊന്നും ചോദിക്കാത്തതാണ്. അതല്ല പറഞ്ഞത്. ഈ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച്, അതായത് പ്രിവിലേജിനെ കുറിച്ച് പറഞ്ഞപ്പോ. പ്രിവിലേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ് അതിന്റെ ഡിസ്ക്ലോഷറിന്റെ നോൺ ഡിസ്ക്ലോഷറിനെ പറ്റി പറഞ്ഞില്ല. അതാണ് പറഞ്ഞില്ല. അത് ശരി. എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? അല്ലെങ്കിൽ പറയേണ്ടതായിരുന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് പ്രൈവറ്റ് സെക്ഷനിൽ പറയുന്ന കാര്യം പാർട്ടീസിന്റെ കൺസേൺ ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അതല്ല ഉദ്ദേശിച്ചത്. പ്രിവിലേജിന്റെ കാര്യം ഞാൻ പറയുന്നത്. പ്രിവിലേജിന്റെ കാര്യം ഇല്ല സാർ, ഞാൻ ഇത്രയാണ് നോട്ട് ചെയ്തത്. ഓക്കെ, ശരി. ബാക്കിയൊന്നുമില്ല. സെറ്റിൽമെന്റ് അഗ്രിമെന്റ് ഒക്കെ പക്കയായിരുന്നു അല്ലേ? ഓക്കെ, ആയിരുന്നു. ബാക്കിയൊന്നും ഒരു മിസ്റ്റേക്ക് ഇല്ല. 5 സ്റ്റെപ്സ് കടന്നിട്ടുണ്ട് നല്ലതുപോലെ. 5 സ്റ്റേജസ് ഓഫ് മീഡിയേഷൻ നല്ലതുപോലെ തന്നെ കടന്നേ. പിന്നെ അജണ്ട ഒക്കെ ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അജണ്ട ഭംഗിയായി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഡിഫോൾട്ട് ക്ലോസ് ഉണ്ട്. ഡിഫോൾട്ട് ക്ലോസിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. വൈശാഖിന്റെ മുഖം മുഴുവൻ കാണുന്നില്ല. ഓക്കെ, എല്ലാ ഡിഫോൾട്ട് ക്ലോസും ഉണ്ടായിരുന്നു. ഡിഫോൾട്ട് ക്ലോസിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ വായിക്കുമ്പോ കുഴപ്പമൊന്നും പറയരുത്. അല്ല, ഡിഫോൾട്ട് ക്ലോസിനൊക്കെ ഞാൻ എന്റെ ഒരു ലെവലിൽ വെച്ച് നോക്കിയപ്പോ അതെല്ലാം ശരിയാണെങ്കിൽ എന്റെ ലെവലിൽ ഞാൻ മാർക്ക് തരും. മതിയോ? നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ലെവലിൽ ഞാൻ ചെയ്യും. സാർ, അത് അഗ്രിമെന്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു സാർ. ഇനി ആരാ ഫങ്ഷണൽ ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറയും വിശാഖ. ഫങ്ഷണൽ ആസ്പെക്ട് അല്ലേ? Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party mediator to assist the parties in dispute in reaching a voluntary resolution of dispute. Okay. ഞാൻ പിന്നെ വരാം. ഒബ്സർവറോടെ നിൽക്കുക. അജയ്. Okay. അജയ്. സാർ പറഞ്ഞു സാർ. മീഡിയേറ്ററെ ആകെ വിളിച്ചാണ്, കാണുന്നില്ല ആളെ. ഈ മീഡിയേറ്ററെ ഫസ്റ്റ് പാർട്ട് റീസ്റ്റേറ്റ്മെന്റ് മറന്നുപോയി. പറഞ്ഞല്ല, ആള് സീരിയസ് ആയിട്ട് പോയതാ. അതൊന്ന് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞതനുസരിച്ച് മീനാക്ഷി ഒരു വിഡോ ഹൗസ് വൈഫാണ്. മീനാക്ഷിക്ക് 2 കുട്ടികളുണ്ട്. 15 വർഷമായിട്ട് മീനാക്ഷി ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. മീനാക്ഷിയുടെ പാരന്റ്സ് കൊടുത്ത പ്രോപ്പർട്ടി ഇപ്പൊ റെന്റിന് കൊടുത്തിട്ടാണ് മീനാക്ഷി മറ്റേ ഹൗസ് ഹോൾഡ് നീഡ്സും കുട്ടികളുടെ ഫീസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ സെക്കൻഡ് പാർട്ടി ശ്രുതിക്കാണ് അത് കൊടുത്തത്. പക്ഷെ ശ്രുതി ഇപ്പോ കുറച്ച് മാസങ്ങളായിട്ട് റെന്റ് കൊടുക്കുന്നില്ല. അതിന്റെ നോട്ടീസ് കൊടുത്തിട്ടും അതിന്റെ ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല മീനാക്ഷിക്ക്. അപ്പോ ഹൗസ് ഹോൾഡ് നീഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മീനാക്ഷിക്ക് ഇപ്പോ കടം മേടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൊ കടക്കാര് വീട്ടിലൊക്കെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മീനാക്ഷിക്ക് ഇപ്പൊ ഉണ്ട്. അതിൻ്റെതായ റെപ്യൂട്ടേഷൻ അതില് ഒരു പ്രശ്നങ്ങളൊക്കെ മീനാക്ഷി ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ഫൈനാൻസ് ഇഷ്യൂസ് ഉണ്ട് മീനാക്ഷിക്ക്. പിന്നെ നല്ല സ്ട്രെസ്ഡ് ആണ് ആള് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട്. അപ്പൊ ശ്രുതി എവിക്ഷൻ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു
സ്റ്റേറ്റ്മെന്റ് ആണ് മീനാക്ഷി പറയുന്നത്. കേൾക്കാൻ പറ്റുന്നില്ല. വിശാഖ് സാർ പറഞ്ഞോ സാർ. ഇത് ഇവിടെ എന്ത് പറയുന്നു? അജയ് പറഞ്ഞൊക്കെ നമ്മളെ മീഡിയേഷൻ റൂള് വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ റീസ്റ്റേറ്റ്മെന്റ് നടത്തിയത്? അല്ല, അജയ് റീസ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോഴും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 1-2 എണ്ണം എന്ന് പറഞ്ഞാൽ മതി, അജയിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, അജയിനെ അറിയാൻ വേണ്ടിയിട്ടല്ല സാർ. ഇപ്പം അജയ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു അജയ് പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ലെന്നാണ്. അതല്ല പറഞ്ഞത്. അജയ് പറഞ്ഞതിലുള്ള തെറ്റുകളിൽ കുറച്ച് 1-2 എണ്ണം പറയാൻ അജയ് അറിയട്ടെ എന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ സാർ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ല, ഞാനത് നോക്കില്ല സാർ. ഞാൻ പറഞ്ഞാണ് അവിടെ നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ഉദ്ദേശിച്ചു ഇനി ചോദ്യം ചോദിക്കാൻ വരുമെന്നാണ്. ഓ, ഞാനത് ശ്രദ്ധിച്ചില്ല സാർ. അപ്പൊ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അതും ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഒബ്സർവർ എല്ലാം ശ്രദ്ധിച്ചോണ്ടിരിക്കണ്ടേ. ഓക്കെ സാർ, ഓക്കെ, സോറി. അജയ് പറഞ്ഞ ശ്രദ്ധിച്ചേ ഇല്ല. അല്ല, ഞാൻ അങ്ങോട്ട് പോയി. അല്ല, ഞാൻ ഇനി മറ്റേ ഡൗട്ട് എന്താണെന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ്. മറ്റേ ആ ഡൗട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിരുന്നേ. ഏത് ഡൗട്ട്? അല്ല, പ്രൈവറ്റ് സെക്ഷന് എന്താണ് വന്നില്ലാന്നോ? പ്രൈവറ്റ് സെക്ഷനിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് സാർ പറഞ്ഞില്ലായിരുന്നോ? ഓ, അത് ശരി. ആ, വിനീതാരല്ലേ? അത് നോക്കിക്കൊണ്ടിരുന്നതാണ് സാർ. ഞാൻ എഴുതി വെച്ചതിൽ അത് നോക്കിക്കൊണ്ടിരുന്നേ. ശരി ശരി, അത് പറഞ്ഞാൽ മതി ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ തൽക്കാലം വിശാഖന് വിടാണ്. ശ്രുതിയിലേക്ക് പോവാണ്. ശ്രുതി. യെസ് സർ. അജയ് പറഞ്ഞത് കേട്ടല്ലോ അല്ലെ? കേട്ടിരുന്നു. ഇനി ശ്രദ്ധിച്ചോ? അതും കൂടി ചോദിക്കണം. കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നു സർ. അതില് നമ്മുടെ റീസ്റ്റേറ്റ്മെന്റിന്റെ റൂളുകൾ മുഴുവൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ ഇതില്? സർ, ആ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ഫോർമാറ്റിലായിരുന്നില്ല അജയ് ചിലത് പറഞ്ഞത്. പിന്നെ വേറെ എന്തായിരുന്നു? പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. ചില സ്റ്റേറ്റ്മെന്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു പാളിച്ചകൾ ഉണ്ടായിരുന്നെന്ന്, റൂൾസിന്റെ വയലേഷൻ 1-2 എടുത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചത്. റീസ്റ്റേറ്റ്മെന്റ് റൂൾസ് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല സർ. ഞാൻ ആ ഒരു പറഞ്ഞ രീതി നോക്കിയപ്പോ അതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ഫോർമാറ്റിലായിരുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ അതല്ല, അതാണെങ്കിലും കൂടിയിട്ട് അതിൽ ചില റൂൾസ് നമുക്കുണ്ടല്ലോ. എഗ്രിമെന്റ് പാടില്ല, നെഗറ്റീവ് പാടില്ല, അങ്ങനെയൊക്കെ ഇല്ലേ? അതിന്റെ വയലേഷൻ അതിൽ 1-2 പറയാൻ പറ്റുമെന്ന് ചോദിച്ചത്. പോസിറ്റീവ് വേർഡ്സ് ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. എവിക്ഷൻ എനിക്ക് തോന്നുന്നു കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതൊരു ഇനിയിപ്പോ ഞാനത് ഷിഹാസിനോട് തന്നെ ചോദിക്കാം. വിശാഖല്ല, ഷിഹാസ്. ഇത് ശ്രദ്ധിച്ചിരുന്നു ഷിഹാസ്? ശ്രദ്ധിച്ചിരുന്നു സാർ. നടന്ന കാര്യം അറിയോ? എവിടെ അപ്പൊ അജയന്റെ റീസ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ? കേട്ടിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ അത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് തെറ്റുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നൊന്ന് പറയാൻ പറ്റുമോ? സാർ, അങ്ങനെ അത്രയും ഡീപ്പായിട്ട് നോക്കിയില്ല സാർ. ആ പെരിഫറി നോക്കിയ കാര്യം ഒന്ന് പറയൂ. ഡീപ്പ് വേണ്ട, നമുക്ക് ആ പെരിഫറിയിൽ എന്താ കണ്ടതെന്നൊന്ന് പറയാൻ പറ്റും? സാർ, ഇതില്ല, കുറച്ചും കൂടി കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായിരുന്നു ആ കാര്യങ്ങൾ കവർ ചെയ്യാന്നില്ല, ഏതെങ്കിലും 1-2 പറഞ്ഞാൽ മതി. റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്താണ് ആ കാര്യത്തിന് എന്താ ദോഷം? അതെന്ന് പറഞ്ഞാൽ സാർ, ശ്രുതി മീനാക്ഷി ഇതേപോലെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് തിരിച്ചടക്കാതെ അപ്പോ ആളുകൾ കയറി വന്നപ്പോ തൊട്ടടുത്തുള്ള ആൾക്കാർ ഓരോന്ന് പറഞ്ഞപ്പോ അത് മീനാക്ഷിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു വേർഡാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്.
അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് മാറ്റം വരുത്താതെ പറഞ്ഞു അജയ്. അതാണ് അതിന്റെ കാര്യം. യെസ്, അത് രണ്ട് കാര്യമാണ്. അത് എഗ്രിമെന്റ് കൂടിയാണ്. നെഗറ്റീവ് മാത്രമല്ല, എഗ്രിമെന്റ്. മീഡിയേറ്റർ അത് സമ്മതിക്കുന്നതിന് തുല്യമാണ്. കടം ഓക്കെ വാങ്ങി സാർ. അത് തന്നെയായിരുന്നു ഒന്ന്. ഓക്കെ സാർ. മനസ്സിലായി? ആ രീതിയിലായിരുന്നു അജയ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അജയ് പോയോ? സാർ എവിടെയുണ്ട്? അജയ്, ആ ഫങ്ഷണൽ ആസ്പെക്ട് ഒന്ന് പറയൂ. Functional aspect: mediation is a structured, formal negotiation process following a set of key principles, facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of dispute. ഓക്കെ, ഷിഹാസ് യെസ് സാർ. സെക്കൻഡ് പാർട്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ആ സാർ. ആരാ സെക്കൻഡ് പാർട്ടി? ശ്രുതി. ശ്രുതിയാണ് ഇതില സെക്കൻഡ് പാർട്ടി. ശ്രുതിക്ക് 55 വയസ്സാണ് ഉള്ളത്. ഒരു മധ്യവയസ്കയാണ്. ശ്രുതി 7-6 കൊല്ലമായിട്ട് മീനാക്ഷിയുടെ വീട്ടിലാണ് റെന്റിന് താമസിക്കുന്നത്. ഒരു 6-7 മാസത്തിന് മുമ്പായിട്ട് 6 മാസത്തിന് മുമ്പായിട്ട് ശ്രുതിയുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു ശ്രുതി. ശ്രുതിയുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ശ്രുതി ധാരാളം ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുകയുണ്ടായി. സോ ദിനം പ്രതിയുള്ള കാര്യങ്ങൾ പോലും ശ്രുതിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ റെന്റ് നൽകാൻ സാധിച്ചിരുന്നില്ല ശ്രുതിക്ക്. ഇത് ശ്രുതിയെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ലെഡ് ചെയ്യുകയും ചെയ്തു. ജോബ് പോയി. പിന്നെ ശ്രുതിക്ക് 55 വയസ്സായിരുന്നു. സോ ഇനിയൊരു ജോബ് ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ധാരാളം ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിലും ജോബ് കിട്ടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ശ്രുതി ഈ എമൗണ്ട് പേ ചെയ്യാൻ ശ്രുതിക്ക് അത്യാവശ്യം ടൈം വേണമെന്നാണ് പറയുന്നത്. അതേപോലെ ഇനി ഇവിടെ നിന്നൊരു ഇവെക്ഷൻ നേരിടാൻ ശ്രുതി റെഡിയല്ല. കാരണം ഇനിയിപ്പോ വേറൊരു വീട്ടിലേക്ക് പോയാൽ അവിടെയും ഈ എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ അതൊരു ഡയറക്റ്റായിട്ട് നേരിടാൻ ശ്രുതി റെഡിയല്ല. മാത്രമല്ല ഒരു 6 to 7 months ആയിട്ട് ആ വീട്ടിലെ റെനോവേഷന് വേണ്ടി ശ്രുതി മീനാക്ഷിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതും ചെയ്തു നൽകിയിട്ടില്ല. ഇതൊക്കെയാണ് സർ. ഇതിലേ റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത്. ചില ഭാഗങ്ങൾ റിഫ്ലക്ഷൻ വേണ്ട ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ പറയുന്നില്ല, കാരണം ഇടയിൽ 1-2 റിഫ്ലക്ഷൻ വേണ്ട ഭാഗം ഒന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? റിഫ്ലക്ഷൻ എന്താന്ന് മനസ്സിലായിട്ടോ? ഇല്ല സാർ, ക്ലിയർ ആയില്ല. റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ? അറിയില്ല. ക്ലിയർ ആയില്ല സാർ. ഷിഹാസ് മലയാളം അറിയുന്ന ആളല്ലേ? അതെ. എനിക്ക് സംസാരത്തിൽ അങ്ങനെ എന്തോ ഒരു പിടുത്തമുള്ള മാതിരി തോന്നി, അതാത് വെച്ചു. ഇല്ല സാർ, മലയാളം. റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഒരാളുടെ ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകള് മീഡിയേറ്റർ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡയറക്റ്റ് വേയിലൂടെ ആ കാര്യങ്ങൾ തിരിച്ചു പറയുന്നതാണ് റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. റിഫ്ലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് 55 വയസ്സായിട്ടുണ്ട്. അല്ല സാർ, അതല്ല. ഇനി ഒരു ജോബ് ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഏജ് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരു ജോബ് കിട്ടുക എന്നുള്ളത് എന്താണ് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇവിക്ഷൻ നേരിടാനും ബുദ്ധിമുട്ടാണ്. ഓൾറെഡി 16,000 rupees ഇപ്പൊ തന്നെ കൊടുക്കാനുണ്ട്. ഇനി അത് അടുത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വലിയൊരു എമൗണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ അതൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷനിലല്ല. പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറയും. എന്താ സാർ? പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ എന്ന് പറയും. Sir, mediation is a process of resolving controversies in which a neutral intervener assists two or more negotiating parties to identify matter of concern, develop a better understanding of their situation, and based upon their improved understanding, develop mutual acceptable proposal to resolve their concern. Albin. Sir.
Albion, a functional aspect definition ഒന്ന് പറയൂ. Functional aspect. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of dispute. Sir, കേട്ടോ? എനിക്ക് അവസാന ഭാഗം എനിക്ക് പെട്ടെന്നൊരു കോളൊന്നും കട്ടായി പോയി. ഒന്നുകൂടെ പറയാം. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of dispute. അജണ്ട സെറ്റ് ചെയ്ത് എനിക്ക് വിനീത അജണ്ട സെറ്റ് ചെയ്ത് എനിക്ക് അത്ര സംതൃപ്തി പോരാ. ഒന്ന് അജണ്ട സെറ്റ് ചെയ്ത് അൽബിൻ. Sir, first landlord Meenakshi. Court fee റൂൾ എന്താണ്? അജണ്ട എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? സിംഗിൾ വേർഡ് ആയിരിക്കണം. സിംഗിൾ വേർഡ് എന്നല്ല, നെയിംസ് ആണ്. നോ വെർബ്സ്. ഓൾറൈറ്റ്. പറഞ്ഞോട്ടെ സാർ. പറഞ്ഞോ. സാർ ഫസ്റ്റ് വൺ കോർട്ട് ഫീ. സിംഗിൾ വേർഡ് അല്ല. ശരി, എഴുതി വെച്ചാകുമ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മനസ്സിൽ നിന്ന് പറഞ്ഞാലാണ് കറക്റ്റ് വരുള്ളൂ. പോട്ടെ. റെന്റ്. റെന്റ്. ഈ അജണ്ട എന്ന് വെച്ചാൽ അവരെ കൺസേൺ ആണ്. അപ്പൊ ഏറ്റവും വലിയ കൺസേൺ, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കൺസേൺ ആണ് ആദ്യം പറയേണ്ടത്. കോർട്ട് ഫീ ആയിരുന്നു. എവിക്ഷൻ അവിടുത്തെ ഇഷ്യൂ. ആ ഇഷ്യൂവിന് കാരണമായ കാര്യങ്ങളാണ് കൺസേൺസ്. എവിക്ഷനും ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ കൺസേൺസ് എവിക്ഷൻ മാത്രമല്ല, എവിക്ഷന് കാരണമായ കാര്യങ്ങളല്ല അവര് കൺസേൺ. ഫിനാൻഷ്യൽ പ്രോബ്ലം. ഫിനാൻസ്. പിന്നെ സ്കൂൾ ഫീ, ഡെറ്റ്, ഹൗസ് ഹോൾഡ്, റെപ്യൂട്ടേഷൻ, സ്ട്രെസ്, കോർട്ട് ഫീ, ലേറ്റ് ഫീ, റെന്റ്. ഇത് വിനീത പറഞ്ഞല്ല, അതിനപ്പുറത്ത് വല്ല ഉണ്ടാ? ഇതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞത് വായിക്കാനല്ല ഞാൻ പറഞ്ഞത്, അത് ഞാനും കേട്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് വിനീത പറഞ്ഞ പോരാന്നിട്ടാ ഞാൻ ചോദ്യം തന്നെ തുടങ്ങിയത്. പിന്നെ അത് തന്നെ പറഞ്ഞ എന്നെ പറ്റിക്ക. അല്ല, എന്നാ ആലോചിച്ചത്. അതൊന്ന് നോക്കട്ടെ. അവിടെ നോക്കിയിട്ട് കാര്യമില്ല, മനസ്സിൽ നോക്കണം, അപ്പോഴേ കാണുള്ളൂ. നോക്കിട്ട് ഒന്നുകൂടി വായിച്ചേ. സാർ പിന്നെ വിഡോ. വിഡോ അത് അവരുടെ ഒരു കൺസേൺ ആണോ? അത് ആ കൺസേൺ വല്ല റെസൊല്യൂഷൻ ഉള്ളതാണോ? ഇനി അപ്പൊ റെന്റ്, വേറെ റെന്റ് മാത്രമല്ലേ ഓപ്ഷൻ, വേറെ ഫിനാൻഷ്യൽ ആയിട്ട് ആ ഓപ്ഷൻ എന്നുള്ള വന്നവിടെ തന്നെ എന്റെ ഒരു അജണ്ട ഉണ്ട്. എന്താണ് വേറെ ഓപ്ഷൻ? റെന്റ് മാത്രം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അജണ്ടയാണ്. അതാണ് നെയിം. ആ നെയിമാണ് അവിടെ ഇട്ടുപോയത്. എന്താണ്? എന്താ സാർ കേട്ടില്ല? ആ റെന്റ് അവരുടെ എന്താണ്? അവരുടെ ഡേ ടു ഡേ ലീവ്ലിഹുഡ് ആണ്, ജീവിതമാർഗമാണ്. ലിവ്ലിഹുഡ് ആവാം. ലിവ്ലിഹുഡിന് എന്താണ് വേണ്ടത്? മണി. മണിക്ക് എന്താ വേണ്ടത്? സോഴ്സ്. സോഴ്സിന് എന്താ പറയാ? അയ്യോ, സോഴ്സിന് എന്തെങ്കിലൊരു സോഴ്സിന് സാർ എന്തെങ്കിലും ഒരു മാർഗമാണ്. സോഴ്സ് അവിടെ ഇരുന്നാ പോലെ, സോഴ്സ് നമ്മുടെ എത്ത് വരണ്ടേ? അപ്പൊ എന്താ അത് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കിയേ. അവിടെയുള്ള സോഴ്സ് ഇങ്ങോട്ട് വരുമ്പോ അതായി പോയിട്ട് വാക്ക് കിട്ടണ സാർ, വേട് കിട്ടണ. പകുതി ഞാൻ പറഞ്ഞുതരാം. കമ്മുന്നുണ്ടായില്. കമ്മ. ഓ, കോമ്പൻസേഷൻ ആണ്. ഇൻകം. ഓ, ഇൻകം. ഇൻകം വാല്യൂടെ രണ്ടു കൂട്ടരുടെയും കൺസേൺ. ഫസ്റ്റ് അതല്ലേ വേണ്ടത്? അതെ. രണ്ടു കൂട്ടർക്കും ഇൻകം ഇല്ല. ഇല്ല. അതല്ലേ കൺസേൺ, അതല്ലേ ചർച്ച ചെയ്യേണ്ട കാര്യം.
ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, മീഡിയേറ്റർ ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോയത്? ഇൻകം ചർച്ച ചെയ്തുകൊണ്ടാണോ കാര്യങ്ങൾ കൊണ്ടുപോയത്? ഫസ്റ്റ് തന്നെ മീഡിയേറ്റർ എന്താ ചോദിച്ചത്? ചോദിച്ചത് മറ്റേ എത്ര റെന്റ് എത്ര കിട്ടണമെന്നാണ് പറഞ്ഞത്. എത്ര കിട്ടണം, എത്ര കൊടുക്കണം, അങ്ങനെ എന്താണ് ചോദിച്ചത് അല്ലേ? റെന്റ് എന്ന് കൊടുക്കുന്ന, എപ്പോ കൊടുക്കുന്ന, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയത് തന്നെ. എന്താ ഇത്, നിങ്ങൾക്ക് എന്താ മാർഗം? ഇത് റെന്റ് ഉണ്ടാക്കാൻ എന്താ മാർഗം എന്ന് ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഈ റെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ എന്താ മാർഗം എന്ന് ചോദിക്കണ്ടേ? പോട്ടെ. അപ്പൊ അതാണ് സംഗതി. അപ്പൊ ആ രീതിയിലാണ് വേണ്ടത്. അൽബിൻ, ഇനി വരുന്നത് വിശാഖിനെ ഞാൻ വിടാൻ പോവാണ്. വിശാഖേ. ഓക്കെ സാർ. അല്ല ഞാൻ സാർ അത് എനിക്കൊരു ക്ലിക്ക് കിട്ടിയായിരുന്നു, എന്താ മിസ്സായെന്ന്. ഒന്ന് പറഞ്ഞുതരൂ. ആ സെപ്പറേറ്റ് സെക്ഷൻ ആർ മെന്റ് ഫോർ മീഡിയേറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്പർ ലെവൽ ആണ്. പക്ഷേ സെപ്പറേറ്റ് സെക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ മീഡിയേറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്പർ ലെവൽ ഓഫ് ദ കൺസേൺ ഓഫ് ദ പാർട്ടീസ് ആണ്. ഇവിടെ അതല്ല പറ്റിയത്. എന്താ ഞാൻ പറഞ്ഞുതരാം. അല്ല, അവിടെ അന്നേരം ആ പ്രൈവറ്റ് സെക്ഷനിൽ പറഞ്ഞ കാര്യം എന്താ അവര് പാർട്ടീസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം പ്രൈവറ്റ് സെക്ഷനിൽ പറയേണ്ടുള്ളത്. അതല്ല, ഞാനിവിടെ പ്രിവിലേജിനെ കുറിച്ചുള്ള ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. പ്രിവിലേജ് കിട്ടണമെങ്കിൽ അല്ല, പ്രിവിലേജ് മീഡിയേറ്ററെ പ്രിവിലേജ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ഞാൻ അപ്പൊ ചോദിച്ചത്. രണ്ട് സാഹചര്യത്തിലെ മീഡിയേറ്റർക്ക് ആ പ്രിവിലേജ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ് ഫെയ്ത്ത് എവിഡൻസ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് അതിന് പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് സാഹചര്യങ്ങളിൽ ആ പ്രിവിലേജ് കിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഗുഡ് ഫെയ്ത്തിൽ എടുക്കുന്ന ഡിസിഷൻസും. പോട്ടെ, വിനീത് തന്നെ പറയും. വിനീതാ. സാർ പറയൂ. സാർ നെറ്റ് പോകുന്നുണ്ട്. പറഞ്ഞോളൂ. ഈ പ്രിവിലേജ് ഏത് സാഹചര്യത്തിലാണ് കിട്ടാ? രണ്ട് സാഹചര്യത്തിലെ പ്രിവിലേജ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴൊക്കെയാണ്? അത് ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ കോർട്ടിൽ പോയിട്ട് എന്നെ സാക്ഷിയായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോവാതിരിക്കാനും പിന്നെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കാനുമുള്ള പ്രിവിലേജ് എനിക്കുണ്ട്. ആ ഒരു കോടതി പോയെങ്കിൽ ഒറ്റ സാഹചര്യത്തിൽ മാത്രം പ്രിവിലേജ്, രണ്ട് സാഹചര്യത്തിൽ പ്രിവിലേജ് ഉപയോഗിക്കാം. കാരണം നിങ്ങൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞപ്പോ കൺസേൺ ഇവരുടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ പ്രൈവറ്റ് സെഷനിൽ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ കൺസിലിയേറ്റർ ആക്കണം എന്ന് പറഞ്ഞത്? അത് ഇവർക്ക് എഗ്രിമെന്റ് അവാർഡായിട്ട് കൊടുക്കാൻ. ഇത് കോർട്ട് അനക്സഡ് ആണോ പ്രൈവറ്റ് മീഡിയേഷൻ ആണോ? പ്രൈവറ്റ് മീഡിയേഷൻ. പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിവിലേജ് കിട്ടാ കോർട്ടില്? പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ പ്രിവിലേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറൊരു പ്രോസസ് ചെയ്യണം. അതെന്താണ്? മനസ്സിലായില്ല സാർ, ഒന്നും കൂടെ പറയാമോ? പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ പ്രിവിലേജ് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യണം. അത് ചെയ്തില്ല, അതാണ് സംഗതി. എന്തായിരുന്നു അത്? കോർട്ട് അനക്സിൽ മാത്രമേ പ്രിവിലേജ് ഓട്ടോമാറ്റിക്കലി വരുള്ളൂ. പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരില്ല പ്രിവിലേജ്. ശ്രുതി ഇല്ല. ചോദ്യം കേട്ടതാണ്. കേട്ടു സർ. ആൻസർ ഇല്ലെങ്കിൽ മീനാക്ഷിക്ക് പറയാം. മീനാക്ഷി ട്രൈ ചെയ്യുന്നോ? പ്രൈവറ്റ് മീഡിയേഷനിലും പ്രിവിലേജ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ വിശാഖ് പോയതാണെങ്കിലും ട്രൈ ചെയ്യാം. നോൺ ഡിസ്ക്ലോഷർ ഓഫ് എഗ്രിമെന്റ് ആണ്. അതാണ് സംഗതി. അതവിടെ ഒപ്പിട്ടോ? അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു? അതില്ലെങ്കിൽ പ്രൈവറ്റ് മീഡിയേഷനിൽ കിട്ടുമോ? ഇല്ല. ഡിസ്ക്ലോഷർ അത് സൈൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പാർട്ടീനെ പറഞ്ഞു പറ്റിക്കുകയാണോ ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്നൊക്കെ? ഓക്കെ, മീനാക്ഷി ഫങ്ഷണൽ ആസ്പെക്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയും.
Functional lifestyle. Mediation is structured formal negotiation process following a set of key principles facilitated by a neutral third party, that is mediator, to assist the parties in dispute in reaching a voluntary resolution of a dispute. ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഒന്ന് വായിക്കാൻ വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാനാണ്. എനിക്ക് വിനീത എഴുതിയത് വായിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിനീത എഴുതിയത് വിനീത കയ്യിലിരിക്കട്ടെ. അത് നിങ്ങൾ വായിച്ചാൽ അതിൽ തെറ്റ് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ തെറ്റുണ്ടാക്കി അത് നോക്കിക്കോ, പക്ഷെ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം പറയേണ്ടത്. എല്ലാവരും കൂടി ഉണ്ടാക്കിയതാവും അല്ലെ സെറ്റിൽമെന്റ് അഗ്രിമെന്റ്? ആണോ? അതെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതെങ്ങനെ തിരുത്താൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത്. ഏതായാലും ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ അതിലൊരു ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള മനസ്സിലായല്ലോ. മനസ്സിലായി. തുടക്കത്തിലാണ് മിസ്റ്റേക്ക്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അവിടെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. നോക്കൂ, സർ ഒരു മിനിറ്റ് തരാം. ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ അതിന്റെ പൂർണ്ണത വേണം. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ചില ഫാക്ട്സിനെ സംബന്ധിക്കുന്ന ഇഷ്യൂസ്. ആദ്യം ടേംസ് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ആദ്യം നമ്മള് ഇത് പറഞ്ഞില്ല, ഇത് എന്തിനാണ് വന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് കാരണമെന്നും ഒന്നും പറഞ്ഞില്ല. ഡയറക്റ്റ് അഗ്രിമെന്റിലോട്ട് അങ്ങ് പോയതാ. അത് അല്ല, കുറച്ച് മാറ്റം വരുത്തി പറഞ്ഞു വിനീത. പക്ഷെ മീനാക്ഷി അതൊന്ന് പൂർണ്ണമായി പറയും. ഒരു കാര്യം എങ്ങനെയാണ് തുടങ്ങാന്ന് വെച്ചുള്ള ആ രീതിയിൽ ഒരു ഡോക്യുമെന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയാന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആകാൻ പാടില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യമായിരുന്നു മനസ്സിലായിട്ടുണ്ടാവണം ഇവിടുത്തെ തീരുമാനങ്ങൾ. ചില തീരുമാനങ്ങളുടെ ബേസിൽ ബാക്കിയുള്ളത് അതിൽ വന്നുള്ളൂ. എല്ലാ തീരുമാനം പേപ്പറിൽ വന്നില്ല. സാർ ഉദ്ദേശിച്ചത് മറ്റേ ആദ്യത്തെ ഒന്നാം കക്ഷിയായ മീനാക്ഷിയും രണ്ടാം കക്ഷിയായ അവിടെ നിന്നുള്ളതാണ് സാർ ഉദ്ദേശിച്ചത്? അതോ അതല്ല, അത് കഴിഞ്ഞിട്ട് അത് ഡേറ്റും കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് പോട്ടെ, അതും ഞാൻ എക്സ്ക്യൂസ് ചെയ്തിരിക്കുന്നു. കണ്ടന്റ് അതിനകത്ത് ഇല്ല. അത് കറക്റ്റ് ആയിട്ട് പറയൂ. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള വായിച്ചോ വിത്ത് യുവർ കോൺട്രിബ്യൂഷൻ. റെനോവേഷൻ. ഓക്കെ സാർ, എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാൽ സാർ ഇതില് എനിക്ക് സജഷൻസ് ആയിട്ട് കേൾക്കണ്ട. നിങ്ങൾ എന്താണോ കറക്ഷൻ വെച്ച് അങ്ങോട്ട് വായിച്ചാൽ മതി. കറക്ഷൻ വായിക്കാൻ ഓക്കെ. ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഒന്നാം ആക്ച്വലി കക്ഷി ഒന്നാം കക്ഷിയുടെ കേസിൽ രണ്ടാം കക്ഷി തരേണ്ട തുക മൊത്തത്തിൽ തരാമെന്ന് സമ്മതിച്ചതും ആണ്. ബിക്കോസ് ആ ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒരു ഹിന്റ് തരാം. രണ്ട് കക്ഷികളും കൂടി അവരുടെ പ്രശ്നങ്ങൾ താഴെ പറഞ്ഞതിൽ പറഞ്ഞു തീർത്തിരിക്കുന്നു. എത്ര ബാക്കി ഒന്നാമത്തെ വരേണ്ട ഏതായിരിക്കണം? ഒന്നാമത്തെ വരേണ്ടത് റെന്റ് പേയ്മെന്റ് തരാമെന്ന് പറയുന്നത്. അതെ, അതൊന്ന് നിങ്ങളുടെ വാചകത്തിൽ പറയൂ. ഒന്നാമത്തെ ഇവർ രണ്ടുപേർക്കും സമ്മതിച്ച കാര്യത്തിൽ ആദ്യം എഴുതേണ്ടത് എന്താണ്? അതായത് ഒന്നാം കക്ഷിക്ക് രണ്ടാം കക്ഷി റെന്റ് ഇനി മുതൽ കറക്റ്റ് സമയത്ത് കൊടുക്കാം അല്ലല്ലോ തീരുമാനം. ആദ്യം കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെയുള്ള കറക്ഷന്റെ? അതിനു മുന്നേ ചില കാര്യങ്ങൾ ചെയ്യേണ്ട അവര്. അതൊക്കെ ആദ്യം എഴുതാം. പോട്ടെ, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. മീനാക്ഷിക്ക് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആണ് ഞാൻ ചോദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഇപ്പോഴും അതേമാതിരി തന്നെ നിൽക്കുന്നു. ശ്രുതി, ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ വല്ലതും ചോദിക്കണം?
വേറെ ചോദിച്ചു സർ. അന്നൊരു കാര്യം ചെയ്യോ, ആ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു, ഫങ്ഷണൽ ആസ്പെക്ട്. ഒരു മിനിറ്റ് സർ. ബാക്കി കാര്യങ്ങൾ വിശാഖിനെ കൊണ്ട് നമുക്ക് പറയിക്കാം. എന്തായാലും വിശാഖിന്റെ അസസ്മെന്റ് കഴിഞ്ഞാൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ. Functional aspect. Mediation is a structured format negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. ഓക്കെ, വിശാഖ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യേ. ഇനി വിശാഖിനോട് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നവർ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വിശാഖിന്റെ എത്തിക്കേണ്ട തരാണ്. ഞാൻ എന്ത് ചെയ്യാനാ? റീപേയ്മെന്റ് ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. ഫസ്റ്റിലെ തീരുമാനം ഇവിടെ എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. ഇവരുടെ ആദ്യത്തെ തീരുമാനം എന്താണ്? റീപേയ്മെന്റ്. സർ എവിക്ഷൻ മാറ്റിയത്. എവിക്ഷൻ മാറ്റുന്നതിന് മുന്നേ അതാണ് സർ ആദ്യം തീരുമാനിച്ചത്. എവിക്ഷൻ മാറ്റണമെങ്കിൽ അതിക്ക് മുന്നേ വേറെ ചില കാര്യങ്ങളാണ് ആദ്യം തീരുമാനിച്ചത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ എവിക്ഷൻ മാറുള്ളൂ. പേയ്മെന്റ് തരുന്നുള്ള ഒരു ഉറപ്പ്. അതായത് ആർക്ക് എത്ര രൂപ എപ്പോ കൊടുക്കും. പക്ഷെ നമ്മൾ അതിന് ശേഷമാണ് സർ അത് എഗ്രിമെന്റ് അങ്ങനെ തന്നെയാണ് സാർ പോകുന്നത്. എഗ്രിമെന്റ് അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്നാ ഒന്ന് വായിച്ച ഫസ്റ്റ് ഭാഗം. രണ്ടാം കക്ഷിയായ ശ്രുതിക്ക് ഒന്നാം കക്ഷിയായ മീനാക്ഷി ഡേറ്റ് മെയ് 20 ദിവസത്തെ ആദ്യത്തെ കുടിശ്ശിക 60,000 രൂപ കൊടുക്കാമെന്നും ധാരണയിൽ എത്തിയിരിക്കുന്നു. മൊത്തം എത്ര കിട്ടാനുള്ളത്? 69,000. അപ്പൊ അതല്ലേ പറയേണ്ടത്. കുടിശ്ശികയായ രണ്ടു കൂട്ടരും കൂടി ഈ പ്രശ്നങ്ങൾ എത്ര മൊത്തത്തിൽ 69,000 രൂപയ്ക്ക്. കുടിശ്ശിക മാത്രമല്ല, അതിൽ വേറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റിനോവേഷൻ അല്ല, പിന്നെ കോർട്ട് ഫീ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ രണ്ടു കൂട്ടരും കൂടിയിട്ട് ഇത്ര രൂപ കൊടുക്കുന്ന തീർക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. അതാണ് അതിന്റെ വാല്യൂ. സെറ്റിൽ ദി ഡിസ്പ്യൂട്ട് ഫോർ ആൻ എമൗണ്ട് ഓഫ് ₹69,000 അല്ലേ? അതില് ഈ രൂപ രണ്ടാം കക്ഷി അല്ലേ ഒന്നാം കക്ഷി കൊടുക്കുന്നത്? ഈ മേൽ പറഞ്ഞ രൂപ രണ്ടാം കക്ഷി ഇന്ന ആളായ ഒന്നാം കക്ഷിക്ക് മേൽ പറഞ്ഞ രൂപയിൽ നിന്ന് ഇത്ര രൂപ ഇന്ന ഡേറ്റ് കൊടുക്കുന്നതാണ്. 60 വന്നില്ല. അപ്പൊ അതില് അടുത്ത തന്നെ ബാക്കി തുക ഒന്നാം കക്ഷി റെനോവേഷൻ മറ്റു വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം അതിനുശേഷം കൊടുക്കുന്നതാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? അതാണ് അതിന്റെ പാറ്റേൺ. ആ രീതിയിൽ പറയണം. അപ്പൊ മൊത്തം തീർന്ന എത്ര തുകയ്ക്കാണ്, ഇപ്പൊ എത്ര കൊടുക്കുന്നു, ബാക്കി എപ്പോ വന്നു, അതല്ല അതിന്റെ കാര്യം. അത് കഴിഞ്ഞിട്ടല്ലേ ഡിഫോൾട്ട് ക്ലോസ് വരുന്നത്. അപ്പൊ ഇനി വിനീത ഫങ്ഷണൽ ആസ്പെക്ട് ഡെഫിനിഷൻ ഒന്ന് പറയൂ. Mediation is a structured, formal negotiation process following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of dispute. Okay, thank you. Ipo the last team alle? Yes sir. അപ്പൊ എന്താ വേണ്ടത്? ലാസ്റ്റ് ടീമിനോട് ഏറ്റവും ടഫ് ആവുകൊണ്ടാണ് ലാസ്റ്റ് ടീം. കാരണം ഏറ്റവും ലിബറൽ ആവേണ്ട ഫസ്റ്റ് ടീം, ഏറ്റവും ടഫ് ആവേണ്ട ലാസ്റ്റ് ടീമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലാസ്റ്റ് ടീമിനാണ് അല്ലേ? കാരണം 7 റോൾ പ്ലേ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. വീഡിയോസ് പല പ്രാവശ്യം റിവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വേണം അസസ് ചെയ്യണമെങ്കിൽ. എന്ത് പറയുന്നു? എന്തായിരുന്നു? എക്സാം ആയിരുന്നു വിട്ടള സാർ. സ്റ്റുഡൻസിനില്ല ഞാൻ അസസ് ചെയ്യുന്നത്. മീഡിയേറ്റർ ആണ് അസസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ റോളിൽ നിന്ന് മാറ്റും. ഓക്കെ മാഡം അല്ലേ? അപ്പൊ ഇന്ന് കൺക്ലൂഷൻ ആണ്.
അത് പറയുന്നു മാഡം എന്ന് പറയുന്ന ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ മാഡത്തിന്റെ അഭിപ്രായം കൂടി കേൾക്കട്ടെ. അവര് കേൾക്കട്ടെ. എനിക്ക് അത്ര പോരാന്നുള്ള അഭിപ്രായം. അവർക്ക് ചങ്കി ഞാനൊരു 5:30 മുതലേ കേട്ടുള്ളൂ. അപ്പൊ കേട്ടോടത്തോളം എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. കേട്ടിടത്തോളം ഈ പറഞ്ഞ പോലെ ഇത്ര എണ്ണം കണ്ടല്ലേ, അതിന്റെ ഒരു ഇത് കണ്ടില്ല. കുഴപ്പമില്ല, സാരമില്ല, പിള്ളേരല്ലേ. മാഡത്തിന്റെ സപ്പോർട്ട് പിള്ളേരല്ലേ. എനിവേ ഓക്കെ, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സർ. സാറിനൊരു താങ്ക് യു പറയൂ ആരെങ്കിലും. ക്ലാസ് റപ്പില്ലേ, സുബിത ഇല്ലേ അവിടെ? മാം സാർ പോയി മാം. സുബിത ഞാൻ സാർ പോയിന്ന് വിചാരിച്ചു. ആരെങ്കിലും സാറിനൊരു താങ്ക് യു ഒക്കെ പറയണ്ടേ? വീഡിയോ ഉണ്ടല്ലോ, താങ്ക് യു വീഡിയോ സാർ. ഓൺ ആക്കി ഞാൻ പോവാ. സാർ പോയല്ലോ സാർ. ഒരു ഫോർമൽ ആയിട്ടൊരു താങ്ക്സ് ഒക്കെ പറയൂ ആരെങ്കിലും. താങ്ക് യു സാർ. താങ്ക് യു. സാർ പറയൂ. ക്ലാസ് നല്ല ഇയർ ക്ലാസ് ആയി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുറെ അറിവ് കിട്ടി ഇതിനെ പറ്റി. സാറ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചു പോയത്. അപ്പൊ ഞങ്ങൾക്ക് കാര്യമായിട്ട് പഠിപ്പിച്ചതിനേക്കാളും മനസ്സിലായത് സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. കാരണം എനിക്ക് അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു ആൻസർ പറഞ്ഞ ആ രീതിയിൽ എനിക്ക് അങ്ങനെ വിട്ടുവിട്ട് പോയാ മതി. മനസ്സിലായ? എല്ലാവരും തന്നെ പഠിച്ചപ്പോ കുറച്ചും കൂടെ ഈ റീസ്റ്റേറ്റ്മെന്റ് എന്നുള്ള വേർഡൊക്കെ കുറച്ചും കൂടെ നല്ല ഫെമിലിയർ സാറിന് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് പ്രൊഫഷണൽ ഉപയോഗിക്കാം ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ. സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു സാർ. ഒരുപാട് താങ്ക്സ് സാർ. ക്ലാസ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് മീഡിയേഷൻ താല്പര്യം വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് ഉണ്ട്, വേണമെങ്കിൽ എപ്പോഴായാലും ചേരാം കേട്ടോ. ട്രെയിനിങ് അയച്ചു കൊടുത്തോളൂ സാർ. ഇവര് ഇപ്പൊ പാസ് ഔട്ട് ആവുന്ന പിള്ളേരാ, ഇപ്പോഴല്ല അടുത്ത വർഷം. ഞാനത് മാഡത്തിന് ഫോർവേഡ് ഇവർക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഫൈനൽ ഇയേഴ്സിനാ നല്ലത്, മറ്റവർക്ക് കാര്യമില്ല. ഫൈനൽ ഇയേഴ്സിലായാലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഞാൻ എംപാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞിട്ട്. അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മനസ്സിലായോ? അതായത് ഈ ഇപ്പൊ ഇതില് 60 പേരിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇത് മനസ്സിലായി എന്നറിയില്ല. ഈ മീഡിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു സാധനം, അതിന്റെ ആ തിയറിയും അതിന്റെ ആ ഒരു സയൻസും സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാ പറഞ്ഞത്. അത് എത്രത്തോളം ആൾക്കാർക്ക് അത് കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോ റോൾ പ്ലേയിലും സാർ അത് വീണ്ടും 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 ഇങ്ങനെ ഇവര് ഡെഫിനിഷൻ വായിക്കുന്നത് മെക്കാനിക്കലായിട്ടല്ല വായിക്കേണ്ടത്. അതിൽ നിന്ന് ഓരോ വാക്കും അത് കംപ്ലീറ്റ് ആ പ്രോസസ്സിനെയാ കാണിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കേസില് ഒരു മീഡിയേറ്റർ വൺ സൈഡഡ് ആയാലും ഒരുപാട് ദൂഷ്യ വശങ്ങളുണ്ട്. അതിന്റെയൊക്കെ പേഴ്സണൽ നമുക്ക് നമ്മുടെയൊക്കെ ആൾക്കാരുടെ കേസുകളൊക്കെ വരുമ്പോൾ അത് ഈ അടുത്തും എൻകൗണ്ടർ ചെയ്തതാണ്. മീഡിയേറ്റർക്ക് ആ പ്രോസസ്സ് അറിയാത്തതുകൊണ്ടാണോ എന്താണോ, അപ്പൊ അത് ശരിക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അതിന്റെ ഒരു തുടക്കമാണ്. പിന്നെ സാറിന്റെ ആ ഒരു ട്രെയിനിങ്, സാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെ ആ ഒരു ട്രെയിനിങ്ങും അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേരാം. അത് പെയ്ഡ് ആണ്. അത് താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ വരും. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് അത് എംപാനൽമെന്റ് പിന്നെ തിരിച്ച് നിങ്ങൾക്കും പേയ്മെന്റ് വരുന്ന ഇഷ്യൂലോട്ട് പോകും. അതെ അതെ, അത് പിന്നെ നിങ്ങൾക്ക് എംപാനൽഡ് ആവും. അപ്പൊ സാറ് പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് വേറെ പഠിച്ചവർക്ക് അത് കുറേം കൂടി ഗുണകരമായിരിക്കും. നിങ്ങൾക്കാവുമ്പോ കുറച്ചും കൂടി സ്റ്റേജ് കഴിയണം സാർ. ഇവരുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, വേറെയും പഠിച്ചവരും വേറെ ക്വാളിഫിക്കേഷൻ ഉള്ളവരും. അവർക്കൊക്കെ ഇറങ്ങിയ ഉടനെ തന്നെ ഇതിലും കണ്ടിന്യൂ ചെയ്യാം. സാർ, ഈ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് വേറെ പ്രൊഫഷനിൽ നിന്ന് വന്നിട്ടുള്ളവര്, മറ്റേ റിട്ടയർമെന്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളവര്, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവരാരെ ഫീൽഡിൽ. പറയൂ. അത് ശരണ്യ LLB അല്ലാത്ത എന്തും അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാമല്ലോ. സാറിന്റെ ക്ലാസ് ശരിക്കൊരു സ്ക്രിപ്റ്റും നമ്മളുടെ റോൾ പ്ലേ ശരിക്കൊരു സിനിമയായിരുന്നു. റോൾ പ്ലേ വന്നപ്പോഴാണ് ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ആയത്. ഞാൻ പറഞ്ഞു, എത്രത്തോളം ആൾക്കാർക്ക് അതിന്റെ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. മെജോറിറ്റിക്കും നല്ല ഇഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്.
അതെ അതെ, കാരണം ഓരോ കാര്യങ്ങൾ പറയുന്നതും അത് ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് വളരെ സാറ് ഈ തിരക്കിനിടയിലും ഇത്രയും സ്ട്രെയിൻ എടുത്ത് സാർ എന്തോരം സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വളരെ സഫർ ചെയ്യാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇതൊക്കെ ആയിട്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, പിന്നെ വൈകുന്നേരം. സാറ് പ്രൊഫഷന്റെ കൂടെയാണ് ഇത് ചെയ്യുന്നത്. അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് സാറിന്റെ ഒരു പാഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് സാറിന് വലിയൊരു താങ്ക്സ്. കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ മിസ്സിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ സാറ് വളരെ. അതെ അതെ അതെ, അത് പറഞ്ഞു. പിള്ളേരുടെ ഫീഡ്ബാക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം പോലെ സാറിനെ കിട്ടിയതും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതും അതൊരു ഭാഗ്യം. സാറ് തുടർന്നും ഉണ്ടാവണം പിള്ളേർക്ക് ഗൈഡൻസിനായിട്ട്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനൊരു വലിയ താങ്ക് യു ഈ 60 പേർക്കും വേണ്ടി, കോളേജിന് വേണ്ടി പറയുകയാണ്. ഓക്കെ, ഞാൻ തിരിച്ചു പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് പ്രൊഫഷണൽ സമൂഹത്തിന് യൂസ് ആയി വരണം, അതാണ് സംഗതി. എന്റെ ഉദ്ദേശം അതാണ്. അതിപ്പോ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നാലും എവിടെ പോയാലും ഇതിന്റെ ആ ഫ്രൂട്ട് സൊസൈറ്റിക്ക് വരണം. ഇനിയും ഇന്ന് കുറെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വേറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതിപ്പോ ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ ഈ പഠിച്ചത്. ഇതിന്റെ എത്രയോ ഡീപ്പ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇനി ഈ പ്രൊഫഷനിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് കോഴ്സസും ഉണ്ട് ഇതിന്റെ. അപ്പോഴാണ് ഇതിന്റെ എവിടെ ഏത് തലത്തിലൊക്കെ എടുക്കുന്നതിൽ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? ഇൻട്രസ്റ്റീവ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് മടുപ്പില്ലാത്തൊരു ഫീൽഡ് ആയിരിക്കും. അതെ, താല്പര്യമുള്ളവര് അതിന് ചേരുക. ഞാൻ എന്തെങ്കിലും സാർ അയച്ചു തന്നാൽ അയച്ചു. കോടതിയൊക്കെ ആകുമ്പോ നമുക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട്. കോർട്ട് പ്രാക്ടീസ് പറഞ്ഞാൽ ഇത്തിരി ടെൻഷനുള്ള സാധനമാണ്. ചില ജഡ്ജസിന്റെ ആയാലും ചില കോർട്ടിലായാലും ചില കേസൊക്കെ നമുക്ക് ടെൻഷൻ. ഇതാകുമ്പോ നമുക്ക് അത്ര വരുന്നില്ല. പിന്നെ നോർമലി ഇതിന്റെ പുതിയ സ്റ്റാറ്റൊക്കെ വന്ന അവർലി ബേസ് ആണ്. സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സർ. ഇപ്പൊ നമുക്ക് ഒരു എക്സ്പെർട്ടൈസ് ഒരു ഫീൽഡിൽ മാത്രമായിട്ട് നമുക്ക് മീഡിയേഷൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? ലൈക്ക് ഇപ്പൊ ലേബർ ലോയിൽ മാത്രം, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ എക്സ്പെർട്ടൈസ് ഏരിയയിലും സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഉണ്ട്, വിദേശത്തൊക്കെ ഉണ്ട്, ഇവിടെയും വരുന്നില്ല. ഇപ്പൊ ഫാമിലി സ്പെഷ്യലൈസേഷൻ ആവാം, ലേബർ ആവാം, ലേബർ ഇൻഡസ്ട്രി ആവാം. പിന്നെ ആ രീതിയിൽ ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിന് സ്പെഷ്യലൈസ് മീഡിയേഷൻ കോഴ്സുകളും ഉണ്ട് കേട്ടോ. ഓരോ ഫീൽഡിനുണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് മീഡിയേഷൻ കോഴ്സിന് 7 years LLB എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണല്ലേ? എങ്ങനെ? നമ്മുടെ കോർട്ട് ത്രൂ ആയിട്ട് മീഡിയേഷന്റെ കോഴ്സസ് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് 7 years എക്സ്പീരിയൻസ് ആണോ സർ വേണ്ടത് LLB ആസ് ആൻ അഡ്വക്കേറ്റ്? മീഡിയേഷന് കോഴ്സ് ഇല്ല. മീഡിയേറ്റർ സെലക്ട് ചെയ്ത് അവർ തന്നെ കൊടുക്കുകയാണ്. അതിന് മിനിമം 15 years പ്രാക്ടീസ് വേണം. 15 അല്ലേ? പ്രൈവറ്റ് മീഡിയേഷൻ ആണ് നമുക്ക് ഇത്ര വർഷം എന്നില്ലാത്തുള്ളൂ. പക്ഷെ കോർട്ടനെക്സിൽ ആണെങ്കിൽ മിനിമം 50 years പ്രാക്ടീസ് ഉള്ള ലോയറോ അല്ലെങ്കിൽ അതാത് ഫീൽഡിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള 15 വർഷത്തുള്ള ആൾക്കാരെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതും MCPC ആണ് കൊടുക്കുന്നത്, സെലക്ട് ചെയ്തിട്ടാണ്. അല്ലാണ്ട് ട്രെയിനിങ് എന്നൊരു പ്രോസസ് ഇല്ല. മീഡിയേറ്റർ ആവശ്യം വരുമ്പോൾ എംപാനൽ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുക, അതാണ്. അല്ലാണ്ട് വെറുതെ ട്രെയിനിങ് കൊടുത്തു വിടുന്ന പരിപാടി ഇല്ല. അപ്പൊ ഞാനിപ്പോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ, IIIMA. അതിൽ എംപാനൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം അത് കുറച്ചും കൂടി ഉത്തരവാദിത്തോടുകൂടി നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഞാൻ ട്രെയിനിങ് കൊടുത്തവരെ മാത്രമേ ഞാൻ എംപാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം മറ്റുള്ളവരുടെ ട്രെയിനിങ് നേച്ചർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ നമുക്കറിയാം കോർട്ടനെക്സിൽ മീഡിയേഷനിൽ പലരും ചെയ്യുന്നുണ്ടെങ്കിലും പലതും അറിയാതെയാണ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് പ്രൊഫഷണലാകുമ്പോൾ നമുക്ക് പറ്റില്ല, ക്വാളിറ്റി കീപ്പ് ചെയ്യണം. മനസ്സിലായി? അതുകൊണ്ടാണ് ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രം എംപാനൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആൾക്കാർ വരാൻ എംപാനൽ ചെയ്യാം നമുക്ക്. അതുപോലെ കണ്ടിന്യൂ ലീഗൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇവിടെ പൊതുവെ നിങ്ങൾ സ്റ്റുഡൻസ് ട്രെയിനിങ് കഴിഞ്ഞവർക്ക് മൊത്തം ഫീസിന്റെ 50% കൺസെഷൻ ഞാൻ കൊടുക്കുന്നതാണ്. കാരണം ഇപ്പൊ ഞാൻ പഠിപ്പിച്ചവരെ എനിക്കറിയാലോ, നിങ്ങൾ ഇത്രയും അറിയാന്നുള്ളത്. മേഡം, അപ്പൊ ഞാൻ വിത്തിൻ 2 days മാർക്കും കൂടെ അയക്കാം. മറ്റേ സുബിത എനിക്ക് അയച്ചിട്ടുണ്ട്. മെയിൽ ഐഡി ഒന്ന് തരൂ സാർ, ഞാൻ സെൻഡ് ചെയ്യാം. മാർക്കിന്റെ കാര്യം എന്താ പറഞ്ഞു സാറേ? മാർക്ക് അങ്ങോട്ട് അയച്ചു തരാനേ ലിസ്റ്റ്. അപ്പൊ ഒരു എക്സൽ ഫോർമാറ്റ് അയച്ചു കഴിഞ്ഞാല് ഓരോ ഗ്രൂപ്പിലും ഓരോ സ്റ്റുഡൻസിനും ഫുൾ നെയിം അത് ഞാൻ അയച്ചു തരാം സാർ, ഒരു എക്സൽ ഫോർമാറ്റ്. ഞാൻ കോളേജിൽ നിന്ന് അയച്ചു തരട്ടെ എക്സൽ ഫോർമാറ്റ്? അത് മതി. 2 കോളം, സീരിയൽ നമ്പർ,
സീരിയൽ നമ്പർ നെയിം പ്ലസ് 2 കോളം. വേണമെങ്കിൽ എന്തെങ്കിലും റിമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിട്ട് ആബ്സെന്റ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ചിലവർ ആബ്സെന്റ് ആയിരുന്നല്ലോ കേട്ടോ. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.